ഉറപ്പാണ്. നമുക്കൊപ്പം കോന്നി ഏരിയ കമ്മിറ്റി അംഗം ശ്രീ മലയാലപ്പുഴ മോഹനൻ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ മലയാലപ്പുഴ മോഹനൻ. ADM നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം? ഗുഡ് മോർണിംഗ്. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്നു മുതൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ആദ്യം അന്വേഷണം നടന്നു. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ നമ്മൾ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഒരു മരണം നടന്നാൽ, പ്രത്യേകിച്ച് ഇത്തരം അപകട മരണങ്ങൾ നടന്നാൽ, ആ മരണവുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ബന്ധപ്പെട്ട ആ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ ആരെങ്കിലും അതിൽ ഉണ്ടാകണം. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ, ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ ഉണ്ടാകേണ്ടത്. ഇപ്പം ഞങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് കേസുകൾ ഇടപെട്ടിട്ടുള്ളതാണ്. സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ സാക്ഷിയാക്കുകയൊക്കെ ചെയ്യുന്ന നിലപാടുകളുണ്ട്. പക്ഷേ ഇതൊന്നും ഉണ്ടായില്ല. അതൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇവിടെ നിന്നും ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ സഹോദരനും സുഹൃത്തുക്കളും എല്ലാം ഒരു വാഹനത്തിൽ കണ്ണോക്ക് തിരിച്ചു. അപ്പോൾ കണ്ണോക്ക് തിരിച്ച് പോകുന്ന കൂട്ടത്തിൽ ഉടൻ തന്നെ ഇവിടെ നിന്ന് ഇവിടെ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്താൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവരുടെ സഹോദരങ്ങൾ ചില സംശയങ്ങൾ ഉന്നയിച്ചു. ആ സംശയം എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായും പെരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുത്. മറ്റൊന്ന്, ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് തയ്യാറാക്കാവൂ. ഉടൻ തന്നെ അവിടെ തിരിച്ച് കളക്ടർ ഇങ്ങോട്ട് പറഞ്ഞ മറുപടി, ഞാനിവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചോളാം, പ്രശ്നമില്ല, എല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ അതിനുശേഷം ഇതെല്ലാം നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട കളക്ടർ, ആ കളക്ടറുടെ പെരുമാറ്റം തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് സംശയ നിവാരണം വരുത്തേണ്ടതാണ്. അതിനെ സംബന്ധിച്ചും പറഞ്ഞു. ആ കളക്ടർ തലേദിവസം പറഞ്ഞ വാചകം അല്ല പിറ്റേ ദിവസം പറഞ്ഞത്. ആ തലേദിവസം പറഞ്ഞു, ഈ നവീനെ പറ്റി അങ്ങനെ ഒരു കുഴപ്പങ്ങളോ പരാതിയൊന്നുമില്ല, ഞാൻ അവരെ മറ്റ് കക്ഷിക്കാരെ ക്ഷണിച്ചിട്ടില്ല എന്നെല്ലാം പറഞ്ഞതാണ്. അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹം പറയുന്നു, എനിക്കൊരു തെറ്റുപറ്റി നവീൻ എന്നോടൊന്ന് പറഞ്ഞിരുന്നു. അതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുകൊണ്ട് ഈ അന്വേഷണം തൃപ്തികരമാകും. ആദ്യത്തെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണത്തെ സംബന്ധിച്ച് സംശയം ആ കുടുംബം പറഞ്ഞപ്പോൾ വീണ്ടും SIT ചുമതലപ്പെടുത്തി. SIT എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു തിങ്ങൊന്നും അല്ല. ഏതാണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചേരുന്ന ഒരു 15 പേരടങ്ങുന്ന വിങ്ങാണ്. അത് അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണം ആരംഭിച്ച് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു മൊഴിയെടുക്കാൻ വേണ്ടി വരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അവർ പ്രതീക്ഷിച്ചിരുന്നു SIT നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടിയിരുന്നു. പക്ഷേ നീതി ലഭിച്ചില്ല എന്നാണ് അവരുടെ ഇപ്പോഴത്തെ ആക്ഷേപം. അതിന് പ്രധാനപ്പെട്ട രണ്ടു കാരണമുണ്ടെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ SIT ഈ കുടുംബത്തിലെ അദ്ദേഹത്തെ ഭാര്യയുടെ മൊഴിയെടുക്കാനും അതേപോലെ സഹോദരൻ്റെ മൊഴിയെടുക്കാനും വന്നു. ആ മൊഴിയെടുത്ത് കഴിഞ്ഞ ശേഷവും നീതി ലഭിക്കത്തില്ല എന്ന് അവർക്ക് സംശയം തോന്നി. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇതിന് മൊഴിയിൽ രേഖപ്പെടുത്തിയില്ല എന്നാണ് അവർ ആക്ഷേപം പറയുന്നത്. അവർ പറയേണ്ട ഗൗരവമായ വിഷയങ്ങൾ പോലും അവർ പറഞ്ഞത് ഇത് ഒരു ആത്മഹത്യയല്ല, കൊലപാതകമാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു, അതുകൊണ്ട് നല്ല അടിത്തട്ടിലെ ഒരു അന്വേഷണം വേണമെന്ന് പറഞ്ഞു. അതതിൻ്റെ അത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറായില്ല എന്നുള്ള അതുകൊണ്ടാണ് അവർക്ക് സംശയം തോന്നിയതും. അവരാദ്യം ഇത് പറഞ്ഞിരുന്നു, അവർക്ക് അന്വേഷണം നീതി ലഭിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവർ നിയമം തേടി നീതി ലഭിക്കുന്നിടം വരെ പോകും എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ അതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ യോഗമൊക്കെ നടന്നിരുന്നു. പൗരമുന്നണി യോഗമൊക്കെ ചേരുകയൊക്കെ ചെയ്തു. ഇതിൻ്റെ ഒരു ആക്ഷേപം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഏതാണ്ട് 63 നേതാക്കന്മാർ, അത് എല്ലാ വിഭാഗമുണ്ട്, ആണും പെണ്ണും അടക്കം 63 നേതാക്കന്മാർ വലും ചെറുതുമായി ഇവിടെ വന്നിരുന്നു. പക്ഷെ അവരാരും അതിന് ശേഷം ഇതിൻ്റെ ഫോളോ അപ്പ് വർക്ക് ചെയ്യുന്നത് നമ്മളാരും കണ്ടില്ല. അത് ഗൗരവമായ വിഷയമാണ്. സ്വാഭാവികമായി ഒരു ഫോളോ അപ്പ് നടത്തണ്ടേ.
ശ്രീ മലയാളപ്പുഴ മോഹനൻ മലയാളത്തിൽ വന്നു. തീർച്ചയായും ചാനലുകാരോടും എനിക്ക് പരാതിയുണ്ട്. തീർച്ചയായും ശ്രീ മലയാളപ്പുഴ മോഹനൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം എല്ലാവരും അവിടെ വന്നു പോയതാണ്. ആ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരെ കാണുക, മഞ്ജുഷയോടും പ്രവീൺ ബാബുവിനോടും അതോടൊപ്പം മക്കളോടും അമ്മയോടും ഒക്കെ ഒന്ന് സംസാരിക്കുക, അത് കഴിഞ്ഞ് ആ വഴിയെ അങ്ങ് പോവുക, ഒരു കടമ നിർവഹിച്ചു എന്നുള്ള മട്ടിൽ വെറും ഒരു കൂടിക്കാഴ്ചയ്ക്കപ്പുറം ആരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നത് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. പിന്നീട് അവരെ കെ രമയൊക്കെ ഫോണിൽ വിളിക്കുന്നുണ്ടായിരുന്നു എന്നവർ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കുന്നതിനുള്ള ഒരു ഇടപെടൽ താങ്കളടക്കം ഉൾപ്പെടുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടായിട്ടില്ല എന്നതല്ലേ വസ്തുത ശ്രീ മലയാളപ്പുഴ മോഹനൻ? അതല്ല, ശരിയതല്ല. ഞാനത് പറഞ്ഞത് 63 നേതാക്കന്മാർ മലയാളപ്പുഴയിൽ വന്നിരുന്നു. ആ കുടുംബത്തെ കണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അതിനുശേഷം നിരന്തരം ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കുന്നത്. ആ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും അവരെ സംബന്ധിച്ചോളം അവർക്ക് നീതി ലഭിക്കത്തില്ല എന്നൊരു സംശയം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. അത് ബന്ധപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും കേസിന്റെ അന്വേഷണം തൃപ്തികരമല്ല പോന്നു എന്നാണ് മഞ്ജുഷയും കുടുംബത്തിന്റെ അഭിപ്രായം. അവരാണ് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബത്തോടൊപ്പം നിൽക്കും എന്ന് പാർട്ടിയും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മലയാള പാർട്ടി എല്ലാ തരത്തിലും ആ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടാകും. ശ്രീ മലയാളപ്പുഴ മോഹനൻ, താങ്കളെയോ പത്തനംതിട്ട ജില്ലാ ഘടകത്തെയോ അല്ല ഞാൻ ഈ പറയുന്നതെന്ന് താങ്കൾക്കും ബോധ്യമായിട്ടുണ്ടാകുമല്ലോ. ഇവിടെ പാർട്ടിയിലോ സർക്കാരിലോ വിശ്വാസമുണ്ട് എങ്കിൽ പാർട്ടിയും സർക്കാരും ചേർന്ന് നിയോഗിച്ച ഒരു SIT, പാർട്ടി കൂടി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ SIT അന്വേഷണത്തിലേക്കൊക്കെ പോവുക. പാർട്ടി കുടുംബമാണ്. അപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച SITയുടെ അന്വേഷണം വെറും പ്രഹസനമാണ്, അതിൽ വിശ്വാസമില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും CBI അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തത്. മാത്രമല്ല CPIM ദിവ്യക്കൊപ്പമാണ്, PP ദിവ്യ എന്ന ആരോപണ വിധേയയായ വ്യക്തിക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നത് ഈ ഹർജിയിൽ അവർ പറയുന്ന കാര്യമാണ്, ആരും കൂട്ടിച്ചേർക്കുന്നതല്ല ശ്രീ മലയാളപ്പുഴ മോഹനൻ. അല്ലെങ്കിൽ കാര്യത്തെ സംബന്ധിച്ച് CPM അവരോടൊപ്പം തന്നെയാണ്. CPMന്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും ഒന്നും ഇതേ ഒരു മാറ്റിയൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. മറ്റൊന്ന് ഞാൻ എടുത്തു പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സംശയം വരാനിടയാക്കിയ സാഹചര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട പെട്രോൾ പമ്പുകാരൻ, ആ പമ്പുകാരനെ ഇതുവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. ചോദ്യം ചെയ്ത സ്ഥിതി നിങ്ങൾക്ക് തന്നെ അറിയാം. കഴിഞ്ഞ ദിവസം SIT ഈ പമ്പുകാരനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. പമ്പുകാരൻ ചോദ്യം ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങി വന്നപ്പോൾ ബോൺവിറ്റ കുടിച്ച് വന്ന ആരോഗ്യത്തോടെ ഇറങ്ങി വന്നത്. ബോൺവിറ്റ കുടിച്ചു വന്ന ആരോഗ്യത്തോടെ അദ്ദേഹത്തിന്റെ അഹങ്കാരമായ മറുപടി കേട്ട അത് പാർട്ടി കൊടുത്ത ഉന്മേഷമല്ലേ ശ്രീ മലയാളപ്പുഴ മോഹനൻ? TV പ്രശാന്തന് ഏത് പാർട്ടിയുടെ പിന്തുണയാണുള്ളത്? ഏത് പാർട്ടിയുടെ അനുഭാവിയാണ്? ആരാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്? അതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ആ ബോൺവിറ്റ കൊടുത്ത് ഉന്മേഷം വരുത്തിയതും പാർട്ടിയല്ലേ? അല്ല, അവിടെ ആരും പോയിട്ടില്ല. അവിടെ CPMന്റെ നേതാവും ചോദ്യം ചെയ്യലില്ലായിരുന്നു. ചോദ്യം ചെയ്യലല്ല, TV പ്രശാന്തനെ പിന്തുണയ്ക്കുന്നത് ആരാണ്? TV പ്രശാന്തൻ നീതി തേടി സമീപിച്ചത് PP ദിവ്യയാണല്ലോ, അല്ലാതെ കോൺഗ്രസിന്റെ നേതാക്കളെ ഒന്നും അല്ലല്ലോ. അല്ലല്ല, ഇതിനെ സംബന്ധിച്ച് നീതി തേടി പോയതല്ല ഇത്. ഈ സംഭവമായി നമ്മുടെ വ്യക്തത ഉണ്ടല്ലോ. ഈ പറയുന്ന പ്രശാന്തൻ ഈ കേസ് SIT ഏറ്റെടുത്ത ദിവസമായി ചോദ്യം ചെയ്ത് എന്നാ? ആ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട അനുഭവത്ത അയാളെ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ടോ? ഈ പ്രശാന്തന് ഏത് പാർട്ടിയാണെന്നോ എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ടില്ല പ്രശാന്തനെ. ഇങ്ങനെ മാധ്യമങ്ങളിൽ കൂടുന്ന വാർത്തയിൽ കൂടെ പ്രശാന്തനെ എനിക്കറിയില്ല. പ്രശാന്തൻ ഒരു പക്ഷേ CPMന്റെ ഏതെങ്കിലും ഘടകത്തിനകത്ത് ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാൻ, സംഘടന മെമ്പർഷിപ്പ് എടുക്കാൻ വലിയ കാര്യങ്ങളൊന്നുമല്ല. വേറെ സംഘടനകളുണ്ട്. അല്ല, ഈ പറയുന്ന പ്രശാന്തനെ സഹായിക്കാൻ ആരെങ്കിലും ശ്രമിച്ചതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.